കേരള സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ആസൂത്രിതമായ ശ്രമം ഉണ്ടായി എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നു. പരിപാടി അലങ്കോലപ്പെടുത്തരുതെന്ന് തിരുനാവായ നാവാമുകുന്ദ സ്കൂളിനോടും കോതമംഗലം മാർ ബേസിൽ സ്കൂളിനോടും ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടും ഫലമുണ്ടായില്ല എന്നും മന്ത്രി പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗൗരവമായി പരിശോധിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ആദ്യം മന്ത്രിയുടെ സംഭാഷണത്തിലേക്കാണോ പോകേണ്ടത്, അതോ സൂര്യഗായത്രിയിലേക്കാണോ വിവരങ്ങളുമായിട്ട്? സൂര്യഗായത്രി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്തായാലും ഈ കായികമേള അലങ്കോലപ്പെടുത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. വലിയ പരാതികളൊന്നുമില്ലാതെ മികച്ച നേതൃത്വവും സംഘാടന മികവും കൊണ്ട് കഴിഞ്ഞുപോയ കായികമേളയുടെ അവസാനം സമാപന വേദിയിൽ വെച്ചാണ് ഒരു തർക്കമുണ്ടാകുന്നത്. വലിയ പ്രതിസന്ധിയിലേക്ക് മേള കടക്കുന്നത് എന്നതാണ്. ആസൂത്രിതമായ ശ്രമം മേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ഉണ്ടായി എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇപ്പോൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ പ്രത്യേകിച്ച് 2 സ്കൂളുകളുടെ പേരെടുത്തു പറഞ്ഞുള്ള വിമർശനമാണ് മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ തിരുനാവായ നാവാമുകുന്ദ സ്കൂളുമായിട്ട് ആദ്യ തരത്തിൽ ഒരു ചർച്ച നടന്നു എന്ന കാര്യം മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. മികച്ച സ്കൂൾ ഏതാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു തർക്കം ഈ സ്കൂൾ ഉന്നയിക്കുകയും തുടർന്ന് സ്കൂളിന്റെ പ്രതിനിധിയെ വേദിയിൽ വിളിച്ചു വരുത്തി ഈ ഒരു പരാതിക്കൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ നിർദ്ദേശമൊന്നും കണക്കിലെടുക്കാതെ ഒരു പ്രതിഷേധത്തിലേക്ക് സ്കൂൾ കടന്നു. തിരുനാവായ നാവാമുകുന്ദ സ്കൂൾ കടന്നു എന്നൊരു വിമർശനമാണ് മന്ത്രി ഉന്നയിക്കുന്നത്. കൂടാതെ കോതമംഗലം ബാർ ബേസിൽ സ്കൂൾ, ഈ 2 സ്കൂളുകളോടും അഭ്യർത്ഥിച്ച് സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്തരുത്, പ്രതിഷേധം നടത്തരുത് എന്ന് അഭ്യർത്ഥിച്ചിട്ടും അവർ അതിന് തയ്യാറായില്ല എന്ന് കൂടി മന്ത്രി വ്യക്തമാക്കുകയാണ്. ഇതിൽ 2 സ്കൂളുകളുടെ പേരെടുത്ത് പറഞ്ഞ് മന്ത്രി ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത് അത് അതീവ ഗൌരവതരമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്തപ്പെട്ട വിഷയം അത് വിശദമായി തന്നെ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ട് കൂടിയുണ്ട്. ഈ സാംസ്കാരിക പരിപാടി തടയാനും അതുപോലെ തന്നെ വോളണ്ടിയർമാരെ മർദ്ദിക്കാനുമുള്ള ശ്രമം സമാപന ദിവസം ഒരു വേദിയിലേക്ക് പുറത്തുണ്ടായി എന്ന അതീവ ഗൌരവതരമായ വിഷയം കൂടി മന്ത്രി ഉന്നയിക്കുന്നു. കായികമേളയുടെ അന്തസ്സിനും അതുപോലെ തന്നെ അഭിമാനത്തിനും ക്ഷതമേൽക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുമെന്ന കാര്യം കൂടി മന്ത്രി വ്യക്തമാക്കുകയാണ്. ഇതിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതിൽ മന്ത്രി വ്യക്തമാക്കുന്ന ഒരു കാര്യം, 24,000 കുട്ടികളാണ് സ്കൂൾ കായികമേളയിൽ പങ്കെടുത്തത്. അവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ എത്തിയത്, മത്സരത്തിനെത്തിയത്. ഇതിൽ 31 കായിക താരങ്ങളാണ് മാർ ബസിലിൻ സ്കൂളിൽ നിന്നുണ്ടായിരുന്നത്. 76 കായിക താരങ്ങൾ 31 കായിക താരങ്ങൾ നാവാമുകുന്ദ സ്കൂളിൽ നിന്നും 76 കായിക താരങ്ങൾ മാർ ബസിലിൻ സ്കൂളിൽ നിന്നും ഉണ്ടായിരുന്നു. മറ്റ് എല്ലാ സ്കൂളുകളെയും അണിനിരത്തി കഴിഞ്ഞ വർഷം നടന്നതിനേക്കാൾ വിപുലമായിട്ട് പരാതികളൊക്കെ തന്നെ പരിഹരിക്കുന്ന രീതിക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് നടത്തിയ കായികമേള അത് അലങ്കോലപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ 2 സ്കൂളുകളിൽ നിന്നുണ്ടായ പ്രതിനിധികളടക്കം ഉള്ളവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധവും അവരോട് പ്രശ്നം പരാതി പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടും ഈ അലങ്കോലപ്പെടുത്തരുത് എന്ന് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടും അവരതിന് തയ്യാറാകാതിരുന്നതുമാണ് എന്നതാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പ്രതിഷേധം നടത്തിയവർക്കെതിരെ ഇത്തരത്തിൽ ഈ പറഞ്ഞിട്ടും അത് ചെവിക്കൊള്ളാതെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയവർക്കെതിരെ കർശനമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. സമാപന സമ്മേളന പരിപാടി ആസൂത്രിതമായി അലങ്കോലപ്പെടുത്താൻ ശ്രമമുണ്ടായി. ആ ശ്രമത്തെ അപലപിക്കുന്നു എന്ന് മന്ത്രി വ്യക്തമാക്കുകയാണ്. ശരി, സംസ്ഥാന സ്കൂൾ കായികോത്സവം അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ ബോധപൂർവം ഉണ്ടായി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വാർത്താക്കുറിപ്പിലൂടെയാണ് അക്കാര്യം മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു സൂര്യഗായത്രി.